ഹലോ എവ്രി വൺ, ഇത് ഞങ്ങൾ ദുബായ് അക്വേറിയത്തിൽ പോകുമ്പോൾ എടുത്തിട്ടുള്ള വീഡിയോ ആണ്. ഇതിൻ്റെ വെളിയിലുള്ള കാഴ്ചകളൊക്കെ നമ്മളെപ്പോഴും കാണുന്നതാണ് അല്ലേ. എന്നാൽ ഇതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്ന് അറിയാൻ ആഗ്രഹമുള്ളവർ ഈ വീഡിയോ ഒന്ന് കണ്ടു കേട്ടോ. ഈ ഒരു ഏരിയ ഭയങ്കര രസമുള്ളൊരു ഏരിയ ആണ്. കാരണം ഞങ്ങളുടെ മുകളിലും താഴെയും സൈഡിലും ഒക്കെ ആയിട്ട് ഞങ്ങൾക്ക് വലിയ വലിയ ഷാർക്ക്, പിന്നെ കെരണ്ടി, ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പോയിട്ടുള്ളത് പെൻഗ്വിൻസിൻ്റെ ഏരിയയിലേക്കാണ്. ഈ സ്നോയിലും ഫോട്ടോസിലും മാത്രം കാണുന്ന പെൻഗ്വിൻസിനെ നമുക്ക് അടുത്ത് കാണാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അതൊരു വേറെ തന്നെ ഒരു ഫീലാണ്. അത് നീന്തുന്നതും അതിങ്ങനെ ചാടിയിട്ട് പോകുന്നതൊക്കെ നമുക്ക് അടുത്തുനിന്ന് കാണാൻ പറ്റും. പിന്നെ നമുക്ക് കുറച്ച് ഫോട്ടോസും എല്ലാം എടുക്കാൻ ഭയങ്കര രസമായിട്ടുള്ളൊരു സ്ഥലമാണ് ഈ ഒരു പെൻഗ്വിൻ ഏരിയ. പിന്നെ ഇതൊക്കെ നമ്മളെ ജെല്ലി ഫിഷ് അല്ലേ, അതിൻ്റെ ഉള്ളൊരു കാറ്റഗറിയിൽ പെട്ടിട്ടുള്ള സംഭവങ്ങളാണ്. ഭയങ്കര രസമായത് ഇങ്ങനെ മൂവ് ചെയ്യുന്നത് കാണാൻ. അടുത്തുനിന്ന് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു സംഭവമാണ്. അങ്ങനെ ജെല്ലി ഫിഷിനെയൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ നേരെ എത്തിയിട്ടുള്ളത് റെയിൻ ഫോറസ്റ്റ് ഏരിയയിലേക്കാണ്. ഇതും ഒരു ഭയങ്കര രസമുള്ളൊരു വേറെ തന്നെ ഒരു ഭംഗിയായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൊരു സംഭവമാണ്. കുറേ എക്വേറിയം പോലെയും അരുവികളും ഇതൊക്കെ ഇതിനകത്ത് നമ്മൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ വെളിയിൽ കാണുന്നൊരു സംഭവമേ അല്ല ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ. ഒരു വേറെ തന്നെ ഒരു റെയിൻ ഫോറസ്റ്റിൻ്റെ ഒക്കെ ഒരു എഫക്റ്റ്, ഒരു ട്രോപ്പിക്കൽ സോണിലൊക്കെ പോയ പോലെ നമുക്ക് ശരിക്കും അത് ഫീൽ ചെയ്യാം അവിടെ എത്തിക്കഴിഞ്ഞാൽ. ഇതൊക്കെ ഈ ദുബായ് മോളിനകത്ത് എങ്ങനെ അവർ സെറ്റ് ചെയ്തിട്ടുള്ളതെന്നൊക്കെ നമ്മൾ ഇതിനകത്തെത്തുമ്പോൾ നമ്മൾ അറിയാതെ ഒന്ന് ചിന്തിച്ചു പോകും. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് വേണമെങ്കിൽ സ്നാക്സ് ഒക്കെ വേണമെങ്കിൽ അതൊക്കെ കഴിക്കാനുള്ളൊരു ചെറിയൊരു ഏരിയ ആണ്. അത് കഴിഞ്ഞ് നേരെ പോകുന്നത് നൈറ്റ് ക്രീച്ചേഴ്സിൻ്റെ ഏരിയയിലേക്കാണ്. അവിടെ നല്ല ഒരു ചെറിയ തൂക്കുപാലം പോലെയും അങ്ങനെ നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണത്. പിന്നെ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്തിട്ട് ടീഷർട്ട്സ്, ക്യാപ്സ് അതൊക്കെ നമുക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ പോകുന്നത് കിങ് ആൻഡ് ക്വീൻ ക്രോക്സിൻ്റെ ഏരിയയിലേക്കാണ്. ഇവിടെ പോകുമ്പോൾ നമുക്ക് ചെറുതായിട്ടൊന്ന് പേടിയാവും. കാരണം ഗ്ലാസിൻ്റെ ഫ്ലോറിലേക്കൂടി നമുക്ക് താഴെ ക്രോക്സിനെ കാണാൻ പറ്റും. അപ്പോൾ അത് കുറച്ചൊരു സ്കാരി ആയിട്ടുള്ളൊരു സംഭവമാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. പിന്നെ നേരെ തൊട്ടടുത്തുള്ള ഫുഡ് കോർട്ടിലേക്ക് പോയി കുറച്ച് ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് വീട്ടിലേക്ക് എത്തി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തേക്കുള്ള വീഡിയോ. അപ്പോൾ വീണ്ടും നല്ല നല്ല വീഡിയോസുമായിട്ട് വരാം. താങ്ക് യു. ഹാവ് എ ഗുഡ് ഡേ.